all, assalamu alaikum. Welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗാണ്. 2-3 റെസിപ്പികൾ കാണിക്കുന്നുണ്ട്. ഒന്ന് തേങ്ങ ചിരട്ടിയിലുള്ള ഒരു പുഡിങ് കാണിക്കുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ നമ്മൾ ചെറുപയർ, നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ കുറേ ചെറുപയറൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ ചെറുപയർ വെച്ചിട്ട് നല്ലൊരു സ്നാക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സ്നാക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നല്ലൊരു പുഡിങ് റെസിപ്പി, കുറേ ദിവസമായി നമ്മൾ പുഡിങ്ങൊക്കെ ഇട്ടിട്ട്, അപ്പോൾ പുഡിങ് റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓൾ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഹേസൻകുട്ടൻ എനിക്ക് തന്ന നല്ലൊരു പണിയാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ണ് തെറ്റുള്ളൂ, അപ്പോഴേക്കും ഫുള്ളും ചെറുപയർ മൊത്തം അവിടെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുപയർ കഴുകിയിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമുക്ക് കട്ട് ചെയ്യാനുണ്ട്, അതും കൂടെ കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുട്ടികളിങ്ങനെ അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വീട്ടിൽ തന്നെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനും പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് പറ്റുന്ന പോലെ, നമ്മൾ അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ നല്ല ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അടുത്ത വീഡിയോയിൽ അവരെ കുറിച്ചിട്ട് നമ്മൾ പറയാം കേട്ടോ. പിന്നെ ഈ കിവി, നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ്, ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ നമ്മുടെ കയ്യിലുള്ളത് ആ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക. അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന, നമ്മൾ മക്കളുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഫ്രീ ആപ്പിനെ കുറിച്ചും കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴം ഇട്ടാൽ മതി. ഈ പുഡിങ് ഭയങ്കര ടേസ്റ്റാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷേ ലാസ്റ്റ് എനിക്ക് കുറച്ച് ചെറിയൊരു പണിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജലാറ്റിനും കൂടെ വേണം. ജലാറ്റിൻ ഒരു 4 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മക്കൾ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ കുക്ക് ചെയ്യണം. നമ്മളെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അവിടെ കുട്ടികൾ എന്താ ചെയ്യണമെന്നുള്ളത് നമുക്ക് കാര്യമായിട്ട് നോക്ക്. എന്താ അച്ചടക്കത്തോടെയാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താ ഇത്ര ഇൻട്രസ്റ്റ് എന്നറിയോ? ഈ മൊബൈൽ നോക്കാൻ ഞാൻ എന്താ വിട്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അടിപൊളി ആപ്പിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ മൊബൈലും വെച്ച് ഒരുപാട് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനടക്കം ഭയങ്കര ഇടങ്ങറിലാണ് കേട്ടോ ഉള്ളത്. അപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് ഒരു യെല്ലോ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അത് ഫ്രീ ആണ്. ഡെയിലി 5 lakh അതിലും കൂടുതൽ കുട്ടികൾ ഫ്രീ ആയിട്ട് ഒരുപാട് ഹോബീസ് ലേൺ ചെയ്യുന്ന നല്ലൊരു ആപ്പാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് സിംഗിങ്, ഡാൻസിങ്, ഹാൻഡ് റൈറ്റിങ്, മാജിക്ക്, കുക്കിങ്, ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോബീസ് കുട്ടികളെ വളർത്താനും വേണ്ടിയിട്ട് ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന എക്സ്പേർട്സ് ആണ് കേട്ടോ. ലൈവായിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഏതുവരെ എത്തി, എങ്ങനെ പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡാഷ്ബോർഡിൽ കയറി നമുക്ക് പാരൻസിന് ചെക്ക് ചെയ്യാനും പറ്റും. അതുപോലെ ഇതിൽ ഈ കുട്ടികൾ കുറേയൊക്കെ ഇങ്ങനെ കളിച്ച് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മാനങ്ങൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ, അതും ഇവർ ചെയ്യുന്നുണ്ട്. ഒരു ഭാഗ്യശാലിക്ക് ചിലപ്പോൾ ഒരു ഐപാഡ് കിട്ടാനുള്ള അവസരം കൂടിയുണ്ട്. അതുപോലെ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് കുട്ടികൾ ഏതെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐപാഡോ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറോ പിന്നെ അവാർഡോ ഇങ്ങനെ എന്തും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് നമ്മുടെ സബ്സ്ക്രൈബറിന് തന്നെ കിട്ടിക്കോളാം എന്നും കൂടി ഉണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് ഇംഗ്ലീഷ്, ജനറൽ നോളജ്, മാത്സ്, ഇതുപോലെ എല്ലാ ടൈപ്പ് ക്ലാസ്സസും ഇവരിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒക്ടോബറിൽ നടക്കുന്ന ഈ കോൺടെസ്റ്റിൽ നിങ്ങൾ പങ്കെടുക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ കയറി ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാം. അതിനെ കുട്ടിക്ക് ഇഷ്ടമായോ? ഞാൻ 2-3 ക്ലാസ്സിൽ ഇപ്പം തന്നെ എൻറോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൽ 30ഓളം 30+ ഹോബീസ് എൻഹാൻസ് ചെയ്യാനുള്ള നല്ലൊരു ലേണിംഗ് ആപ്പാണ്. അപ്പോൾ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കുക. ചിലപ്പോൾ ഒരു ഐപാഡ് കിട്ടും, അല്ലെങ്കിൽ മെഡൽസ് എന്താണെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ ആപ്പ് മറക്കരുത്, എന്തായാലും ഡൗൺലോഡ് ചെയ്തിട്ട് അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കണം. ഫ്രീ ആണ്. നമുക്ക് ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണി നേരെ ഞാൻ കിച്ചണിലേക്ക് കിടക്കാൻ പോവാണ്. ഇതേ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം കൂടി അതിലേക്ക് ഇടുകയല്ല, വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുട്ടി വേഗം പിടിച്ചതാ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൽ നമുക്ക് നമ്മുടെ ഇതെന്താണ് പേര് മറന്നു, ജലാറ്റിൻ
നമ്മുടെ ജലാറ്റിനാണ്. ജലാറ്റിൻ ഇതിലേക്ക് വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയറാണ്. ചെറുപയർ ലാസ്റ്റ് കാണിക്കാം നമ്മൾ എന്താ ചെയ്യണം എന്നുള്ളത്. സ്വീറ്റ് ഉണ്ടാക്കാനാണ്. മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ കൂട്ടെടുത്ത് നേരെ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. നേരത്തെ മറ്റത് കത്തിച്ചിട്ട് ഇത് വെച്ചിരിക്കുക. ഇനി ലൈറ്റ് ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിനാവശ്യമുള്ള പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി എന്താ കാണിക്കുന്നത്? എന്താ തിന്നണേ? അതാണ് തോറ്റു. ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് എല്ലാവരും എടുത്ത് തിന്നു കേട്ടാ. അപ്പോൾ നമ്മുടെ ഇവിടെ ഏകദേശം ഒരു തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തിള വന്നു കഴിഞ്ഞു നിർത്താം കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആരാണ് ഇതൊക്കെ മോഷ്ടിക്കണത്? നീ എന്തിനാ മോഷ്ടിച്ച്? ഇനി മോഷ്ടിക്കരുത് കേട്ടോ. ചോദിച്ചിട്ട് എടുക്കണം കേട്ടോ. ഓക്കെ. ഇനി നമുക്കിത് നമ്മുടെ തേങ്ങാപ്പാൽ മിക്സ് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ഫ്രൂട്ട്സ് ഇതിൽ നിറയ്ക്കേണ്ടതാണ് കേട്ടോ. നമുക്കിതിൽ 2-3 സംഭവം ഉണ്ടാക്കാൻ പറ്റും. ചുച്ചുക്ക് വേണം? ഇല്ല. കോക്കണ്ടാറ്റാ മെയിൻ. ചുച്ചുക്ക് ഇല്ല. ചുച്ചു ഇല്ല. ഇല്ല. ചുച്ചു അപ്പിക്കുറോ ലെയർ ആക്കിയിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിങ്ങനെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചിരട്ട എടുക്കുക. ഞാൻ കുറച്ചപ്പോഴേ ചിരവി വെച്ചിരുന്ന ചിരട്ട അവരെടുത്ത് കളഞ്ഞു. അതുകൊണ്ട് എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പുള്ള ഒരു സാധനം എടുക്കുക. ഇത് വെറുതെ ഒരു ഞാൻ വേറൊരു ഇതിൽ കണ്ടപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് ഈ തക്കാളി ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കാം. എല്ലാം അങ്ങനെ തന്നെ വെക്കാം. എന്താ ഞാൻ കാണിക്കുന്നത്? ശരി, ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം. എന്നിട്ട് കുറച്ച് ഇതിലേക്ക് ഈ ചൂട് തേങ്ങാപ്പാലിൻ്റെ ഇത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ചിരട്ടയുടെ അതേ ഷേപ്പിൽ നമുക്ക് പുഡിങ് കിട്ടും കേട്ടോ. അതിനാണ് തേങ്ങയാണ് പറഞ്ഞിട്ട്. ഓ വലിയ പ്രാങ്ക്. വണ്ണ അവിടുന്ന് ഇതാട്ടോ. ഇത് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ശരിക്കും തേങ്ങയാണെന്ന് തന്നെ തോന്നുന്ന രീതിക്ക് പുഡിങ് കിട്ടും. ഒരു ലെയർ നല്ല മേലക്കൂട് ഒഴിച്ച് കൊടുക്കുക. ചുച്ചുക്ക് വേണം? വേണം. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇവിടെ പക്കാവായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 3 വിസിലാണ് നമ്മൾ വെച്ചത്. നോക്കിക്കേ, ഈ ഒരു വേവ് 3 വിസിൽ കറക്റ്റ് വെള്ളവും വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെന്ത് കിട്ടും. ഇനി ഇത് നമുക്ക് ഇതിൽ ഒരു സ്വീറ്റ് ഉണ്ടാക്കാം. ഇതേ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാനും അതൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് പണികളുണ്ട്. എൻ്റെ എല്ലാവരെയും കമൻ്റൊക്കെ ഒന്ന് നോക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ. ഇനി അയച്ചു ഐ ലവ് യു പാട്.
മമ്മി അമ്മിനെ നോക്ക്. അമ്മിനെ നോക്ക്. പാട് പാട് പാട്. ഇനി നമുക്ക് നമ്മുടെ ചെറുപയർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറുപയറിലേക്ക് ചെറുപയറിലേക്ക് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമുടി തേങ്ങയാണ്. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഉപ്പിട്ടിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഉപ്പിട്ടിട്ടും കഴിക്കാം. പക്ഷേ കുട്ടികൾക്ക് കുറച്ചും കൂടെ മധുരം ഇട്ടിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അവർക്കിഷ്ടം. ഇതാവുമ്പോഴേക്കും ഏകദേശം രാത്രി ആയിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ തേങ്ങാൻ്റെ പുഡിംഗ് സെറ്റ്, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ കുട്ടികൾക്ക് മാത്രമാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ഒരുപാട് തണുപ്പൊന്നും ഇല്ലാതെ കൊടുക്കാനും വേണ്ടിയിട്ട്. ഹേസന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അത് കഴിച്ച് നോക്കിയിട്ട് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിങ്ങളും കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിലൂടെ നമ്മളൊന്ന് അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്കും കൂടെ തന്നേക്കണം കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് റേനക്കുട്ടി മെല്ലെ ഇവർക്കിതൊന്നും പോരാതെ പഴം കൂടി എടുത്തിട്ട് ഒന്ന് പൊരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പുഡിംഗ്, വലിയ സെറ്റ് പുഡിംഗ് ഇതുവരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് വേറെ സ്നാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പഴം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. റേനക്കുട്ടി ചെയ്യണ കണ്ടു പറഞ്ഞാൽ പിന്നെ ഹയാനും അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹയാനും കൂടെ അവൻ്റെ വകയ്ക്കും കൂടെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കിച്ചൺ ഒരു പരുവാക്കി തന്നിട്ട് അങ്ങനെ തിരിഞ്ഞു നോക്കാതെ രണ്ടുപേരും പോകും കേട്ടോ. നല്ല പഠിച്ചു വെച്ചിക്കണ്. എനിക്ക് പഠിച്ചല്ലാണ്ട് പിന്നെ അപ്പോൾ നമ്മുടെ ചുച്ചുക്കുട്ടീനെ നമ്മുടെ ഹെയ്സൻ നന്നായിട്ട് ഒരു കടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ബ്ലഡ് പോലും വന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ചെറുപയറിലേക്ക് വേണ്ട വെല്ലത്തിൻ്റെ സിറപ്പ് ഉണ്ടാക്കാം. ജാഗരിയാണ് കേട്ടോ. അതിൽ ഇത്രയും ഒരളവിന് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ തനിയെ അതൊക്കെ ഒന്ന് ഉരുകി വന്നോളും. ഇതുപോലെ ഒരു ബൗളിൽ ഞാനിനി ചെറുപയർ, നമ്മൾ നേരത്തെ തേങ്ങയും ചെറുപയറും മാത്രമാണ്, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഓരോ ലെയറായിട്ട് നമ്മുടെ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല മധുരമായിട്ട് കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തീൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടും വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാം, എണീറ്റ് ഉടനെ വേണമെങ്കിൽ കഴിക്കാൻ കൊടുക്കാം. ബുദ്ധി വളർച്ചയ്ക്ക് ചെറുപയർ പൊതുവെ നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് സ്കൂളുകളിലൊക്കെ കണ്ടിട്ടില്ലേ കഞ്ഞിയും ചെറുപയറും ഒക്കെ. അപ്പോൾ നമുക്ക് ചെറുപയർ അതുപോലെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മക്കൾ കഴിക്കില്ല. ഇതുപോലെ ഡിഫറെൻ്റ് ആക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ പാൽ കൊടുക്കുന്ന ഉമ്മമാർക്കൊക്കെ നല്ലതാണ്. പാൽ വരാനും ഒക്കെ ശരീരം തണുപ്പിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ സിറപ്പ് മിക്സ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഓരോ ബൗളിലാക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ ബ്രെഡിൻ്റെ ഇടയിൽ വെക്കാനോ, റേനക്കുട്ടിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം, ബ്രെഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് സെർവ് ചെയ്യാണ്. ചുച്ചുക്കും ഹെയ്സനക്കും വെറുതെ ബൗളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഹയാൻകുട്ടനും. റനാക്ക് പിന്നെ ബ്രെഡ് അവൾ ഇതേ സൈഡിൽ, എൻ്റെ സൈഡിൽ നിന്നിട്ട് ബ്രെഡ് കട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വെച്ച് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. ചോറ് വന്നോ കയ്യിൽ? തുണ്ടയച്ച് തിന്നോ? തുണ്ട് തിന്നാ നീ കൈത്തെ നോക്ക്. കള്ളച്ചിരി നോക്ക്. കള്ള ഓടി രക്ഷപ്പെട്ടു നോക്ക്. ശരിക്കും ഒരു തുണ്ട് പോയി എൻ്റെ കുട്ട. ഇവിടെ വാ. ധാര കടിച്ച് ഒഴിച്ചു കടിച്ച് തിന്നോ? പാവം. ശരി, ഇത് ബെഡിലാക്കരുത്, ഹാളിൽ പോയിരുന്ന തിന്നു. ശരി, അയച്ചിട്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുന്ന ഹോസ്പിറ്റല് ഡോക്ടർക്ക് വിൽക്കാം. അവൻ നിന്നെ കടിച്ചില്ലേ?
സൂചി ഇടാൻ പറയാ അല്ലേ? കൊടുക്കണ്ട. അയച്ച ഇഷ്ടാണ്. അയച്ച മോളുടെ ആരാണ്? നിന്റെ മോളാണ്. എങ്ങനെയാണ് പറയാ? ഷൊട്ടുമണി. നിന്റെ ആരാണ്? സ്വത്തുമണിയാണ്. നോക്ക്. എന്നിട്ട് നീ കടിച്ചില്ല ദീദുനെ? പാവം ദീദു കടീന്. അപ്പൊ ഓടിയവൻ. ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ശരി, പക്ഷേ ഈ തിന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം വെള്ളം ചിന്തിയിട്ടും ഒക്കെ ആകെ അലമ്പാക്കി വയ്ക്കും. പിന്നെ ക്ലീനിങ് വലിയൊരു പണി തന്നെയായിരിക്കും. പക്ഷെ എങ്കിലും അവരുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് കഴിക്കാൻ വിടാനാണ് കേട്ടോ എനിക്കിഷ്ടം. ഒരുപാട് സ്ട്രിക്റ്റ് ആവാറില്ല ഞാൻ. ഇനി കുറച്ച് താഴെയൊക്കെ കളഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തിട്ട് ഇട്ടാൽ മതിയല്ലോ എന്ന് തോന്നും. അല്ലെങ്കിൽ ഫുള്ള് കൂടെ നിന്നിട്ട് ഓരോന്ന് നമ്മൾ ചെയ്യേണ്ടി വരും. ഇങ്ങനെ തിരിച്ചെടുത്തതിന് ഷേപ്പ് വരും. ശരിക്കും തേങ്ങ പോലല്ലേ നമുക്ക്? ഇവൻ ഡയപ്പർ ഇട്ടിട്ടില്ല. പുതിയ ടൈപ്പ് തേങ്ങാ പുഡിങ് ഉണ്ടാക്കണം കേട്ടോ എല്ലാരും. അപ്പോൾ നമ്മുടെ തേങ്ങ പാലും ഫ്രൂട്ട്സും ഒക്കെ കൂടിയുള്ള പുഡിങ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 8 മണിക്കൂർ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷെ എനിക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാൻ അവസാനത്തെ ഈ സീനൊന്ന് കാണിക്കണമല്ലോ. അപ്പം അതിന് മുമ്പേ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം പോലെ കട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി ഞാൻ ഈ എടുത്ത സമയത്ത്. അതിനുശേഷം ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും പക്ക പെർഫെക്റ്റ് ആയിട്ട് വരും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു റെസിപ്പി ഫുള്ളായിട്ട് സക്സസ് ആയെന്ന് പറയാൻ പറ്റില്ല, ഞാൻ നേരത്തെ തന്നെ എടുത്തുകൊണ്ട്. പക്ഷെ നിങ്ങൾക്ക് സക്സസ് ആവും. പക്ഷെ നമ്മൾ തേങ്ങ ചിരട്ടിയിൽ ഒഴിച്ച് നമ്മുടെ ഈ സംഭവം കറക്റ്റ് തേങ്ങ പോലെ പെട്ടെന്നൊന്നും കണ്ടാൽ മനസ്സിലാവില്ല പുഡിംഗ് ആണ് എന്നുള്ളത്. ആ ഒരു ഷേപ്പിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, സിമ്പിളാണ്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് തേങ്ങാപ്പാലും ജസ്റ്റ് പഞ്ചസാരയും ജലാറ്റിനും മതി. ജലാറ്റിൻ ചിലർ പറയുന്നു അത് ഹറാമാണ് എന്നുള്ളത്, പക്ഷെ എല്ലാം എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഞാൻ നോക്കിയെടുത്തോളം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ ആപ്പ് യെല്ലോ ക്ലാസ്, അത് മറക്കണ്ട, ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. കുട്ടികൾ ഓരോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതിനേക്കാളും അവരുടെ ഹോബീസ് വളർത്താനും നമ്മൾ ഇതിലേക്ക് അവരുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ടാക്കി വിടാം. അത് കുറച്ചും കൂടെ നമുക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് തോന്നുന്നു. മറ്റെന്തെങ്കിലും നോക്കുമ്പോൾ ഇത് നോക്കിയാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക, നമുക്ക് ഫ്രീ ആണ്. ചിലപ്പോൾ നമുക്ക് വല്ല ഐപാഡോ വല്ല മെഡലോ ഒക്കെ കിട്ടിയാലോ, അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കിട്ടിയാലും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. നമ്മൾ ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഡ്രസ്സിനെ കുറിച്ചിട്ട് കുറേ കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ, ഓരോ തരം ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ബൈ.